നിങ്ങൾ സൗദിയുടെ ആകാശത്തേക്കൊന്ന് നോക്കൂ. സൗദി അറേബ്യയുടെ F-15 യുദ്ധവിമാനങ്ങൾ പറക്കുന്നു. അതിനു മുന്നിലേക്കൊന്ന് നോക്കൂ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷഹബാസ് ഷെരീഫിന്റെ വിമാനം. പാക് പ്രധാനമന്ത്രിയുടെ വിമാനത്തെ സൗദി അറേബ്യയുടെ യുദ്ധവിമാനം അകമ്പടി സേവിക്കുന്നു. അത് കഴിഞ്ഞ് വിമാനം നിലം തൊട്ടപ്പോ കണ്ടോ, പാക് പ്രധാനമന്ത്രിയെ പർപ്പിൾ കാർപ്പറ്റ് വിരിച്ച് സൗദി രാജകുമാരൻ സ്വീകരിച്ച് ആനയിക്കുകയാണ്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എന്താ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോ കാണുന്നത് ലോകക്രമം മാറി മറിയുന്ന ചില ചരിത്ര ദൃശ്യങ്ങളാണ്. പാകിസ്ഥാനും സൗദി അറേബ്യയും തന്ത്രപരമായ പരസ്പര പ്രതിരോധ കരാർ സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് SMDA ഒപ്പിട്ടു. ഒരാളുടെ മേൽ ആക്രമണം മറ്റൊരാളുടെ മേലുള്ള ആക്രമണമായി കണക്കാക്കും. ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കും എതിരായ ആക്രമണമായി കണക്കാക്കുമെന്ന്. ആ വിമാനങ്ങൾ പരസ്പരം തൊട്ട് സംരക്ഷണ വലയമൊരുക്കി പറക്കുന്നത് ഒരു പ്രതീകമാണ്. ഇനി മുതൽ പരസ്പരം സംരക്ഷിക്കുമെന്നതിന്റെ സൂചന. സൗദിക്ക് ആണവ ആയുധമോ ശേഖരമോ ഇതുവരെ ഔദ്യോഗികമായില്ല. അപ്പൊ ആണവായുധമുള്ള പാകിസ്ഥാനൊപ്പം സൗദി ചേർന്നിരിക്കുകയാണ്. സൗദിയും ആണവ ശക്തിയായി മാറി. അപ്പൊ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഉത്തരം പറയണേ. ഒന്നാമത്തെ ചോദ്യം, സൗദിയുടെ ഇറാൻ പേടിയാണോ ഈ കരാറിന് സൗദിയെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം? രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇനി ഒരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ സൗദി അറേബ്യയുടെ നിലപാട് എന്തായിരിക്കും? അത് നമ്മളെ കുറച്ച് കുഴപ്പമായി മാറ്റുമോ? എത്രയോ ഇന്ത്യക്കാർക്ക് അവരുടെ പോറ്റമ്മയായ സൗദി എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത്? മൂന്നാമത്തെ ചോദ്യം, ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തോടെ സൗദിക്ക് അമേരിക്കയെ വിശ്വാസമില്ലാതായോ? നാലാമത്തെ ചോദ്യം, ഗസയെ ഇത് ഏതെങ്കിലും തരത്തിൽ സഹായിക്കുമോ? അതോ ഇസ്രായേൽ ഇനിയും പല പോലെ വളരുമോ? പന പോലെ. അഞ്ചാമത്തെ ചോദ്യം, അമേരിക്ക തളർന്ന് ചൈന കൂടുതൽ ശക്തമായ ഒരു ചേരിയായി മാറുമോ? ലോകക്രമം മാറി മറിയുമോ? സൗദി അറേബ്യക്ക് എന്നും ആണവായുധവും ആണവ ശക്തിയാവാനൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ സൗദിക്ക് ഇക്കാര്യത്തിൽ പല രഹസ്യ ഉടമ്പടികളോ ധാരണകളോ ഒക്കെ പാകിസ്ഥാനുമായി പണ്ടേ ഉണ്ടാകാനാണ് സാധ്യതയെന്ന് ആളുകൾ അടക്കം പറയുന്നത് വെറുതെ ഒന്നുമല്ല. 1980കളിൽ സൗദി അറേബ്യ പാകിസ്ഥാന്റെ ആണവ പദ്ധതിക്ക് ധനസഹായം നൽകിയെന്നും ആവശ്യമെങ്കിൽ ആയുധങ്ങൾ ലഭ്യമാക്കാമെന്ന ധാരണയോടെയാണ് ഇത് ചെയ്തതെന്നും വർഷങ്ങളായിട്ട് ഇടനാഴികളിലെ ഊഹാപോഹമുണ്ട്. 2024 പത്രപ്രവർത്തകനായ ബോബ് വുഡ്വാർഡ് തന്റെ പുസ്തകത്തിൽ കിരീടാവകാശി സൽമാനോട് സെനറ്റർ ലിൻസി ഗ്രഹാമിനോട് സൗദികൾ യുറേനിയം ഉപയോഗിച്ച് ഒരു ബോംബ് നിർമ്മിക്കാൻ പദ്ധതി ഇടുന്നുണ്ടോ എന്ന ചോദ്യത്തിന്, എനിക്ക് ബോംബ് നിർമ്മിക്കാൻ അങ്ങനെ യുറേനിയം സ്വന്തമായിട്ടൊന്നും ആവശ്യമില്ല, ഞാൻ പാകിസ്ഥാനിൽ നിന്ന് ഒരെണ്ണം വാങ്ങുമെന്നാണ് തമാശയായി പറഞ്ഞൊരു സംഭാഷണം വിവരിക്കുന്നുണ്ട്. അത് സത്യത്തിൽ അത്ര വലിയ തമാശയൊന്നുമല്ല. സൗദി അറേബ്യക്ക് എപ്പോഴെങ്കിലും ആണവായുധങ്ങൾ ആവശ്യമായി വന്നാൽ പാകിസ്ഥാൻ നൽകുമെന്നൊരു ആത്മവിശ്വാസം എല്ലാ കാലത്തും സൗദിക്കുണ്ടായിരുന്നു. ബോബ് വുഡ്വാർഡിന്റെ പുസ്തകം വാർ എന്ന് പറയുന്ന ഈ പുസ്തകം എല്ലാ കാലത്തും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയൊക്കെയാണ്. എന്നാൽ ഇന്നലെ മുതൽ അത് വീണ്ടും ചൂടുള്ള ചർച്ചയായി മാറി. മറ്റൊരാൾ എഴുതുന്നത് ബോബ് വുഡ്വാർഡിന്റെ വാർ എന്ന പുസ്തകം വായിച്ചു തീർത്തപ്പോൾ മനസ്സിലായത് ജോ ബൈഡനും കമലാ ഹാരിസും നെതന്യാഹുവിനെ വെറുത്തിരുന്നു. ഗസ ആക്രമിക്കുന്നതിൽ നിന്ന് നെതന്യാഹുവിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ രഹസ്യമായി എല്ലാ തരത്തിലും പിന്തിരിപ്പിക്കാനും നിരുത്സാഹപ്പെടുത്താനും ശ്രമിച്ചു. പക്ഷെ ജോർദാൻ, UAE, സൗദി, ഈജിപ്ത് എന്നിവരിൽ നിന്ന് ഹമാസിനെ നശിപ്പിക്കാൻ നെതന്യാഹുവിന് നല്ല പ്രോത്സാഹനം തന്നെ ലഭിച്ചു എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അറബ് രാജ്യങ്ങളും നെതന്യാഹുവും അമേരിക്കയും പാകിസ്ഥാനും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ സങ്കീർണമാണ്. അവർക്ക് തന്നെ അറിയില്ല ആരുടെ മിത്രം, ആരുടെ ശത്രു, നാളെ ആരുടെ ശത്രു എന്നൊന്നും. അപ്പൊ സൗദി അറേബ്യയ്ക്കും ആണവായുധം കിട്ടി. സൽമാൻ രാജകുമാരൻ തമാശ പറഞ്ഞതുപോലെ ആവശ്യം വന്നപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പോയി വാങ്ങി. അപ്പൊ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സിമ്പിളാണ്. ഇനി മുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് സൗദിയുടെ പ്രശ്നമായി മാറും. സൗദിയും ഇറാനും തമ്മിൽ മറ്റൊരു പ്രശ്നമുണ്ടായാൽ അത് പാകിസ്ഥാന്റെ പ്രശ്നവുമായി മാറും. മോദിക്ക്, നെതന്യാഹുവിന്, ട്രംപിന്, ഇറാനൊക്കെ ഇരുന്ന് ആലോചിക്കാൻ മാത്രം വക നൽകുന്നുണ്ട് ഈ പുതിയ സൗദി പാകിസ്ഥാൻ കരാർ. അമേരിക്കയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു സൗദി, അല്ലെ? അമേരിക്ക സൗദിക്ക് നൽകുന്ന സുരക്ഷാ ഉറപ്പുകളിൽ ഇപ്പൊ സൗദിക്ക് വിശ്വാസമില്ല. കാരണം കണ്ണടച്ച് തുറക്കും മുമ്പാണ് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചത്. നാളെ അത് സൗദിക്ക് ബാധകമാണെന്നും അമേരിക്ക ഇസ്രായേലിനൊപ്പമേ ഒരു വിഷയം വന്നാൽ നിൽക്കൂ എന്നും സൗദിക്കും ബോധ്യം വന്നിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഔദ്യോഗികമായി ആണവായുധമുള്ള 2 ചേരികളാണുള്ളത്. ഒന്ന് US ഇസ്രായേൽ സഖ്യം, 2 പാകിസ്ഥാൻ സൗദി സഖ്യം. ആണവായുധം കയ്യിലുള്ള മിക്ക രാജ്യങ്ങളും നോ ഫസ്റ്റ് യൂസ് സിദ്ധാന്തം അംഗീകരിക്കുന്നവരാണ്. ഞങ്ങളായിട്ട് ആദ്യം കൊണ്ടുപോയി ആരുടെയും തലയിൽ ബോംബിടില്ലെന്ന്. എന്നാൽ പാകിസ്ഥാൻ ഇങ്ങനത്തെ യാതൊരു തിയറിയുമില്ല. നോ ഫസ്റ്റ് യൂസ് സിദ്ധാന്തം ഒന്നും അവർ അംഗീകരിക്കുന്നേ ഇല്ല. അവർക്ക് തോന്നി അവർ ആരുടെ തലയിലും ബോംബിടുന്നതാണ് അവരുടെ എതിലെ നിലപാട്. അപ്പം
സൗദിയുടെയും നയം അത് തന്നെയായിരിക്കും. സൗദി പാകിസ്ഥാൻ പരസ്പര പ്രതിരോധ കരാറിന്റെ പ്രത്യേകതകൾ പരിശോധിച്ചാൽ ഇതോടുകൂടി സൗദി അറേബ്യ ആണവായുധ ശക്തിയായി മാറി. പരസ്യമല്ലെങ്കിലും മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ കാലത്തും മുഷാറഫിന്റെ കാലം മുതൽ തന്നെ പാകിസ്ഥാനും സൗദിയും ഒക്കെ തമ്മിൽ ആണവായുധത്തിന്റെ കാര്യത്തിൽ ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സത്യത്തിൽ ഈ പ്രഖ്യാപനം ഇന്നലെ ഒന്നും അല്ല ഉണ്ടായത്. ബോബ് വുഡ്വാർഡിന്റെ വാർ എന്ന പുസ്തകത്തിലൂടെ തന്നെയാണ് സൗദി രാജകുമാരൻ ബോംബ് നിർമ്മിക്കാതെ തന്നെ തങ്ങൾ ആണവശക്തിയായി മാറുമെന്ന് പ്രഖ്യാപിച്ചത്. പാകിസ്ഥാന്റെ 81% ആയുധ ഇറക്കുമതി ചൈനയിൽ നിന്നാണ്. ഫലത്തിൽ പാകിസ്ഥാൻ ചൈനയോട് അടുപ്പമുള്ള രാജ്യമാണ്. ഇപ്പോൾ നടന്നിരുന്ന സൗദിയുമായുള്ള കരാർ വഴി ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പേർഷ്യൻ ഗൾഫുകളിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. സൗദിയുടെ ഇടപെടൽ കൂടി വന്നതോടെ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ ചൈനീസ് സൈനിക സാങ്കേതിക വിദ്യ ഒക്കെ ഒന്നിച്ചു ചേർന്ന ഒരു ശക്തി മിഡിൽ ഈസ്റ്റിൽ നിന്ന് ചൈനയിലേക്ക് സുരക്ഷിതമായൊരു ഊർജ്ജ ഇടനാഴിയാണ് പുതുതായി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അമേരിക്ക ആരായി മാറി ശരിക്ക്? ഈ കരാറിലൂടെ സൗദി ആണവ മേൽക്കൈ നേടുകയും ചൈനീസ് സുരക്ഷാ പ്രതിരോധ മേഖലയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുകയും ചെയ്തു. അമേരിക്കയെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ട ഒരു ഗതികെടുപ്പ് സൗദിക്കില്ല. സൗദിക്ക് ഇനി അമേരിക്കയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതോടെ അറബ് രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് അമേരിക്കയെ തീരെ വിശ്വസിക്കാതായിട്ടുണ്ട്. സത്യത്തിൽ രാജ്യങ്ങൾ ഞെട്ടിപ്പോയി. പാകിസ്ഥാൻ ഇസ്രായേലിനെ അംഗീകരിക്കുന്നില്ല. പുതിയ സഖ്യത്തോടെ സൗദികൾക്ക് US സമ്മർദ്ദം ചെറുക്കാൻ കഴിയും. കാരണം പ്രതിരോധത്തിന് US മാത്രം ആശ്രയിക്കേണ്ട ഗതികേടില്ല. ചൈനയുണ്ട് അപ്പുറത്ത്. ചുരുക്കത്തിൽ ചൈനയും കൂടെയുള്ള ചേരിയും ശക്തി പ്രാപിക്കുകയാണ്. മോദി അടക്കം ട്രംപിനെ ഒഴിവാക്കി ചൈനയ്ക്കൊപ്പമാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകക്രമം മാറുകയാണ് പൂർണ്ണമായിട്ടും. പക്ഷെ ഇന്ത്യക്ക് ഇത് ചില പ്രതിസന്ധികൾ ഉണ്ടാക്കിയേക്കാം. എന്നും ഇന്ത്യയുടെ ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ഒന്നും സൗദി ഇതുവരെ ഒരു പക്ഷവും ചേർന്നിട്ടില്ല. ഇനി സൗദി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനമാണ്. നിരവധി ഇന്ത്യക്കാർ ജീവിക്കുന്ന സൗദിയെ ശത്രുരാജ്യമായി കാണാൻ ഇന്ത്യക്ക് കഴിയില്ല. പക്ഷേ പരമപ്രധാനമായ സംഗതി അമേരിക്കൻ ആഗോള ആധിപത്യം അവസാനിക്കുന്നു എന്നതാണ്. അത് ട്രംപിന്റെ കാലത്തായത് പുള്ളിയുടെ കയ്യിലിരിപ്പ് കൊണ്ടും പുള്ളിയുടെ പിടിപ്പുകേട് തന്നെയാണ്. പാകിസ്ഥാനും സൗദിയും തമ്മിൽ മിക്കപ്പോഴും നല്ല ബന്ധത്തിലായിരുന്നു. 1947 ഓഗസ്റ്റിൽ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പാകിസ്ഥാനെ ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് സൗദി. 1951 ഇരു രാജ്യങ്ങളും സൗഹൃദ ഉടമ്പടി ഒപ്പിട്ടു. ഇത് തന്ത്രപരം, രാഷ്ട്രീയം, സൈനികം, സാമ്പത്തികമായ എല്ലാ തരത്തിലുള്ള സഹകരണത്തിന് അടിത്തറയിട്ടു. വർഷങ്ങളായി പാകിസ്ഥാൻ സായുധ സേനകൾ നിരവധി തവണ സൗദി രാജ്യത്തേക്ക് വിന്യസിക്കപ്പെട്ടു. ഗൾഫിലും പാകിസ്ഥാനിലുമൊക്കെ സൗദി ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക രേഖകൾ പ്രകാരം തന്നെ 1967 മുതൽ പാകിസ്ഥാൻ 8000-ലധികം സൗദികൾക്ക് പരിശീലനം നൽകിയത് ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഉണ്ട്. 1982 ഒപ്പിട്ട ഒരു കരാർ പാകിസ്ഥാൻ സായുധ സേന ഉദ്യോഗസ്ഥരുടെ നിയോഗവും സൈനിക പരിശീലനവും സൗദി അറേബ്യയിൽ ഉറപ്പാക്കിക്കൊണ്ട് ഒരു സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. അതിന്റെയൊക്കെ തുടർച്ചയാണിതും. അല്ലാതെ ഇതൊരു പുതിയ തുടക്കമൊന്നുമല്ല. പക്ഷെ പുതിയതൊന്ന് ഇതോടുകൂടി തുടങ്ങും. അമേരിക്കയ്ക്ക് ലോക പോലീസ് സ്ഥാനം മെല്ലെ നഷ്ടപ്പെടും. എല്ലാവരെയും അടക്കി ഭരിക്കാമെന്ന മോഹം വൈകാതെ ചൈനയും ചൈനയ്ക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളും കൂടി അമേരിക്കയുടേത് തകർക്കും. ഇന്നാള് പറഞ്ഞതുപോലെ ട്രംപിന്റെ ഡാഡിയല്ല സൗദിയുടെയും പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ചൈനയുടെയും ഒന്നും ഡാഡി. ട്രംപിന്റെ ഡാഡി ഇനിയിപ്പോ ഇത് അറിഞ്ഞാൽ തന്നെ ഒരു ചുക്കും ഇവിടെ സംഭവിക്കാനും പോകുന്നില്ല. എന്റെ ഡാഡി അറിഞ്ഞാലുണ്ടല്ലോ ഒറ്റ പറഞ്ഞു വിടില്ലട്ടാ.